Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഓർമ്മ ക്ലീനിംഗ് ലിക്വിഡ് ഗുണമേന്മയും വിലക്കുറവും സമന്വയിപ്പിച്ചുകൊണ്ട് വൃത്തിയുടെ രാജാവും സുഗന്ധങ്ങളുടെ രാജ്ഞിയും നിങ്ങളുടെ വീട്ടിലേക്ക്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. അങ്കമാലി നഗരസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക പുറത്തിറക്കി. ജനക്ഷേമ പദ്ധതികളും ജനകീയ സദ്ഭരണവും പ്രകടന പത്രിക ഉറപ്പു നൽകുന്നു. കോൺഗ്രസ് പാർട്ടിയിലെ ഗ്രൂപ്പ് ചേരിപ്പോരും അധികാര വീതം വയ്പും മൂലം 5 വർഷത്തെ ഭരണം പാഴായിപ്പോയെന്ന് LDF നേതാക്കൾ ചൂണ്ടിക്കാട്ടി. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് നഗരഭരണം ലഭിച്ചാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളും നേതാക്കൾ വിശദീകരിച്ചു. അതിനകത്ത് ഞങ്ങളുടെ ഇതിന് മുമ്പുണ്ടായിരുന്ന UDF മുമ്പുണ്ടായിരുന്ന ബെന്നി പൂജേരി ചെയർമാനായിരുന്നു. അതിനുശേഷം ദേശി ചെയർമാനായിരുന്നു, ചെയർപേഴ്സണായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ UDF ഭരണം കഴിഞ്ഞ് ഈ വരുന്ന 2025 ഡിസംബർ 9 ഇലക്ഷനകത്ത് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ പ്രകടിപ്പിക്കുന്ന മാനിഫെസ്റ്റോ ആണ് ഇവിടെ പ്രകാശം ചെയ്യുന്നത്. ഈ മാനിഫെസ്റ്റോയ്ക്കകത്ത് ഞങ്ങളൊരു 20 കാര്യങ്ങളാണ് മുഖ്യമായി ഞങ്ങൾ മുന്നിട്ട് വയ്ക്കുന്നത്. ആ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് പത്രസമ്മേളനം വിളിച്ചത്. എങ്കിലും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് അങ്കമാലിക്ക് ഒരു ടൗൺ ഹാൾ കോംപ്ലക്സ്, ചരിത്ര മ്യൂസിയം, ആർട്ട് ഗാലറി. അങ്കമാലിയുടെ നേരത്തെ മുൻ വൈസ് ചെയർമാൻ ശ്രീ സജീവ് വൈസ് ചൂണ്ടിക്കാണിച്ച പോലെ നമ്മുടെ ടൗൺ ഹാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പിൽ നമുക്ക് കിട്ടിയ സ്ഥലം ഉപയോഗപ്പെടുത്തി അവിടെ അങ്കമാലിക്ക് ഒരു ടൗൺ ഹാളും ആ കോംപ്ലക്സിനടുത്ത് ഒരു ചരിത്ര മ്യൂസിയവും ആർട്ട് ഗാലറി. അങ്കമാലിക്ക് ഇതേപോലെ നമുക്ക് ഒരാൾ കഴിഞ്ഞാൽ ആ രീതിയിൽ ആർട്ട് ഗാലറിയോ ചരിത്ര മ്യൂസിയം ഇറങ്ങുകയും അത് നമുക്ക് അങ്കമാലിയുടെ അടക്കം ചരിത്രം, അങ്കമാലിയും സമീപ പ്രദേശങ്ങളിലൊക്കെ ചരിത്രം എല്ലാം രേഖപ്പെടുത്താൻ കഴിയാൻ പോലുള്ള ഒരു മ്യൂസിയം. അപ്പോൾ പിന്നെ പൊതുചരിത്രവും ഇവിടെയും പൊതുചരിത്രം എല്ലാം ഒരു ചരിത്ര മ്യൂസിയമാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഞങ്ങളുടെ ഇടതുപക്ഷത്തിൻ്റെ കോർപ്പറേഷൻ ഭരണം, എറണാകുളത്തെ കോർപ്പറേഷൻ ഭരണത്തിനകത്ത് ഏറ്റവും നല്ലൊരു പ്രൊജക്റ്റാണ് സമൃദ്ധി ഭക്ഷണം. 20 രൂപയ്ക്ക് നിങ്ങളോട് പോയി കഴിച്ചിട്ട് അറിയാൻ പറ്റും, നിങ്ങൾക്ക് പോയിട്ട് അറിയാൻ പറ്റും. ഏറ്റവും ഭംഗിയായി 20 രൂപയ്ക്ക് 10,000കണക്കിന് ആളുകളാണ് ഒരു ദിവസവും ഭക്ഷണം കഴിച്ചു കൊടുക്കുന്നത്. അതിന് മേയർ ശ്രീ M. അനിൽകുമാർ അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കന്മാരടക്കമുള്ള അതിന് നേതൃത്വമാണ് ഭരണം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള എല്ലാവർക്കും 3 വിശപ്പ് രഹിത അംഗമാണ് എന്നൊരു ആശയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിധ കമ്പനികളുടെ CSR ഫണ്ടും നമ്മളെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്ന, ഇപ്പോൾ അങ്കമാലിക്ക് വിദേശ മലയാളികളുടെ വലിയ സാന്നിധ്യം, അങ്കമാലിക്കാർ ഒരുപാട് പേര് വിദേശത്തുണ്ട്, അവരുടെ അടക്കം സഹായം സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു എല്ലാവർക്കും 3 പട്ടിണി കൂടാതെ അങ്കമാലി, പിന്നെ പട്ടിണി ഒരാൾ കിടക്കാൻ പാടില്ല. അങ്കമാലി വന്നു കഴിഞ്ഞാൽ ഒരു ഭക്ഷണം ഉച്ചഭക്ഷണം നിലയ്ക്ക് ഉറപ്പായിട്ട് അവർക്ക് കിട്ടുന്ന വളരെ ചെറിയ കിട്ടുന്ന ഒരു ഇടം ധരിക്കാണ് ഉദ്ദേശിച്ചത്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ താലൂക്ക് ആശുപത്രി ഇപ്പോൾ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോടികൾക്ക് ഉപയോഗപ്പെടുത്തി 4 കോടി രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ നല്ല ഇടപെടൽ ആ കാര്യത്തിലുണ്ട്. ആ അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ രോഗി സൗഹൃദ ആരോഗ്യ നൂതന പദ്ധതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിയേറ്റീവ് അടക്കമുള്ള, അതോടൊപ്പം തന്നെ നിലവിൽ ഡയാലിസിന്റെ ഒരു ഇത് വെച്ചിട്ട് കൂട്ടാൻ കഴിയുന്നില്ല. അതുപോലെ ഒരു സ്കാനിങ് സെന്റർ, ഈ നമ്മുടെ ക്യാൻസർ ഡിറ്റക്ഷൻ അതിലേക്കുള്ള തുടങ്ങിയിട്ടാണ് ഇന്നസെന്റ് തുടങ്ങി വെച്ചാൽ മാമോഗ്രാഫി കിടക്കുന്നത്, അതും നൽകിയിട്ട് പോകുന്നില്ല. അവിടെയുള്ള മറ്റേ ശിശു സംരക്ഷണം ഇതിലേക്കുള്ള അതിന് ആവശ്യമായ സൗകര്യങ്ങൾക്ക് ഇന്നും നന്നായിട്ട് പോകുന്നില്ല. ഇതേപോലെ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് അങ്കമാലി ആശുപത്രിയെ തകർത്ത ഒരു ഭരണമാണ് UDF ഭരണം എന്ന് പറയുന്നത്. ഇവിടെ മുൻ മന്ത്രി ശ്രീ ജോസ് തെറ്റീക അടക്കമുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ടാണ് അവിടെ ഇപ്പോൾ കോടികൾ രൂപ ലഭിച്ച് കിഫ്ബി ഫണ്ട് വഴി ഇപ്പോൾ സംസ്ഥാന സർക്കാർ അവിടെ കെട്ടിടം അടക്കം പണിത് ആ രീതിയിൽ വിപുലീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു രോഗി സൗഹൃദ ആരോഗ്യ നൂതന പദ്ധതികൾ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ വിശദമായ പ്രൊജക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ പൂർണ്ണമായിട്ട് പറയുന്നില്ല, പത്രസമ്മേളനം പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല, ഞങ്ങളത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. മറ്റൊന്ന്, നമ്മുടെ സ്കൂളുകളിൽ ഉന്നത പഠന നിലവാര പദ്ധതി, അടിസ്ഥാന സൗകര്യ വികസനം. ഇപ്പോൾ നായത്തോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളടക്കം നമുക്ക് കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ട് കിട്ടി അവിടെ സൗകര്യത്തിലേക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്.
അതുപോലെ പീച്ചാനേക്കാട് ഗവൺമെന്റ് സ്കൂളടക്കം വളരെ ഭംഗിയായി കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ആ ഉന്നത നിലവാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളുകളിൽ കൊടുക്കുന്ന ക്ലാസ്സുകൾ ഏറ്റവും നിലവാരത്തിലുള്ളതാക്കുക, അവിടെ എല്ലാത്തരം സൗകര്യം ഏർപ്പെടുത്തുക, സ്മാർട്ട് IT ക്ലാസ് റൂമുകൾ എന്നിലേക്ക് അവിടെ ഉണ്ടാകുക അടക്കമുള്ള ഒരു പ്രോജക്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്കൂളുകളിൽ ഉന്നത പഠന നിലവാര പദ്ധതി എന്നാണ് എന്നെ വിശേഷിപ്പിക്കുന്നത്. മുൻ മന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. നമ്മുടെ അർബൻ സൊസൈറ്റി എറണാകുളം ജില്ലയിലെ ഏറ്റവും കൂടുതൽ പ്രവർത്തനം കാഴ്ചവെച്ച സൊസൈറ്റിക്കുള്ള അവാർഡ് മേടിച്ചൊരു സൊസൈറ്റിയാണ്. അപ്പോൾ അതിൻ്റെ മാനദണ്ഡം മനസ്സിലായി. അതുപോലൊരു സ്ഥാനമാണെന്ന് നിങ്ങൾക്കറിയാം. എനിക്ക് ചുരുക്കമാക്കി പറയുന്നത് ഇതിൻ്റെ നിഷ്ക്രിയത്വം, ഈ മുനിസിപ്പാലിറ്റിയുടെ നിഷ്ക്രിയത്വം, നിരുത്തരവാദിത്വം, അതുപോലെ തന്നെ ലാപ്സാക്കിയ ഒരു പ്രദേശത്തേക്ക് കിട്ടുന്ന തുക അത് പ്രയോഗിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ പെർഫോമൻസ് റിപ്പോർട്ട് പറയുന്നത്. എപ്പോഴും പല യാർഡ് സ്റ്റിക്സിൽ അല്ലെങ്കിൽ അതിൻ്റെ മാനദണ്ഡം നോക്കുമ്പോൾ ഇവിടെ ആരോഗ്യരംഗത്തുള്ള ആശാ വർക്കർമാർ അല്ലെങ്കിൽ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള നമ്മുടെ പ്രിവെൻറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ മുൻ കരുതലെന്നതൊക്കെ ചെയ്യുന്ന കുത്തിവയ്പ്പ് സൗകര്യങ്ങൾ, അതിൻ്റെയൊക്കെ പെർഫോമൻസ്, അതുപോലെ തന്നെ മാലിന്യങ്ങൾ മൂവ് ചെയ്ത് അതൊക്കെ ഒരു റൂട്ടീൻ വർക്കാണ് എല്ലായിടത്തും നൽകുന്നത്. അതിനപ്പുറം പ്രധാനമായിട്ട് നൽകുന്നതായിട്ടില്ല. ഞാൻ എപ്പോഴും പോയിന്റ് ചെയ്യുന്നൊരു കാര്യം, അങ്കമാലിയിലെ ട്രാഫിക്കിൻ്റെ കുരുക്ക് എന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന സംഗതിയാണ്. കേരളത്തെ മൊത്തത്തിൽ ഈ എയർപോർട്ടിലേക്ക് പോകുന്ന ആളുകൾ ഞങ്ങളൊക്കെ കാണുമ്പോൾ എവിടെ വെച്ച് കണ്ടാലും പറയുന്നൊരു കാര്യമാണ്, എന്താണ് ചെയ്തത്. അതിനകത്ത് നമ്മുടെ MLAയും MP-യും ഉത്തരവാദിത്തമുണ്ട്. എന്ത് ആ കാര്യത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു ആദ്യം പറയുന്നത് ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയാണ് മുനിസിപ്പാലിറ്റിയുടെ. ആ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി എന്ത് തീരുമാനിച്ചിട്ടുണ്ട്, എന്ത് നടപ്പിലാക്കിയിട്ടുണ്ട്, തീരുമാനം എപ്പോഴും വളരെ സ്ഥിരമായിട്ടുള്ള തീരുമാനമാണ്. എന്ത് തീരുമാനം നടപ്പിലാക്കിയിട്ടുണ്ട്, ഇതിന് മുൻപ് കാലങ്ങളിൽ ഉണ്ടായിരുന്ന വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് വന്നിട്ടുണ്ടോ, അവകാശപ്പെടുന്നവരുണ്ട്, ഒന്നും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് അത് ഇതിന് ഫണ്ട് കിട്ടുന്ന കാര്യത്തെ കുറിച്ചിട്ട് റോഡ് സേഫ്റ്റി കൗൺസിൽ ഞാൻ അന്ന് വകുപ്പ് മന്ത്രിയായിരുന്നപ്പം ഏർപ്പാടായിട്ട് സംഗതിയാണ്. അന്ന് അതിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ, ഒരു രൂപ കിട്ടാൻ വേണ്ടിയിട്ട് റോഡ് സേഫ്റ്റി കൗൺസിലിനെ സമീപിച്ചതായിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ആണെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു രൂപ നേടിയിട്ടുണ്ടോ? എത്രയോ ലോക്കൽ പോലീസുകാർ, പ്രാദേശിക സംഘടന സ്ഥാപനങ്ങളൊക്കെ തന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. ഈ ഗവൺമെൻറ് ആശുപത്രി നിങ്ങൾക്ക് മറന്നുപോയ കാര്യമാണ്. ഇവരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒരു കാര്യം വെച്ചാൽ അത് ഈ കോവിഡ് കാലത്ത് നടത്തിയ ഈ റിമോട്ടിൽ ഇരുന്നിട്ടുള്ള ടെലിമെഡിസിൻ, ടെലി ഡോക്ടർ, യാത്ര ചെയ്യാൻ പറ്റാത്ത ആളുകൾ, പ്രായമായ ആളുകൾക്കൊക്കെ ഉള്ള രീതി എന്ന നിലയിൽ വന്നിട്ടാണ് ടെലി മെഡിസിൻ്റെ പരിപാടി ചെയ്യുക. ഞാനാണ് അത് KSFBയുടെ CSR ഫണ്ട് CPM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KK ഷിബു, LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ബെന്നി മൂഞ്ഞേലി, കൺവീനർ സജി വർഗീസ്, നേതാക്കളായ മാർട്ടിൻ B മുണ്ടാടൻ, MS ചന്ദ്രബോസ്, വർഗീസ് ജോർജ്, സെബാസ്റ്റ്യൻ കന്നപ്പള്ളി, OG കിഷോർ, തോമസ് പാലിമറ്റം എന്നിവരും പങ്കെടുത്തു. ഒരു പരസ്യ വികസനമല്ലാതെ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം ഈ കഴിഞ്ഞ 5 കൊല്ലം അങ്കമാലി നഗരസഭയിൽ നടന്നിട്ടില്ല. അതിനെതിരായിട്ടുള്ളൊരു പ്രതിഷേധം അങ്കമാലിയിലെ സാധാരണ ജനങ്ങൾക്കുണ്ട്. ഞങ്ങൾ പോയിട്ടുള്ള കുടുംബയോഗങ്ങളിലും അതുപോലെ തന്നെ വാർഡ് കൺവെൻഷനിലും ഒക്കെ നിരവധി ആളുകൾ, ഞങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നാളിതുവരെ കാണാത്ത ആളുകളിൽ പലരും ഈ തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായിട്ട് കൺവെൻഷനുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ സജീവമായി വരുന്നൊരു സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം നമ്മുടെ ഇവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഞങ്ങൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും കാര്യങ്ങൾ
അല്ല, അഴിമതിയുടെ കാര്യമാണ്. അഴിമതിയാണ് ഞാൻ പറഞ്ഞത്. സ്ഥലം വാങ്ങിച്ചതിലും മറ്റു കാര്യങ്ങളിലുള്ള, പിന്നെ നമ്മുടെ പഴയ മുനിസിപ്പൽ ഓഫീസിൻ്റെ നിർമ്മാണവുമായി അവസാന ഘട്ടം, ഇതൊക്കെ 5 കൊല്ലം ഉണ്ടായിട്ട് എല്ലാത്തിനും സമയം കണ്ടെത്തിയത് ഏറ്റവും അവസാനത്തെ ഒരു വർഷമാണ്. മനസ്സിലായി? ഏറ്റവും അവസാനത്തെ ഒരു വർഷം ഒരു 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 എന്താ പറയുക, ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു. ഒരു അഴിഞ്ഞാട്ടം, കടുംവെട്ടി. അതായിരുന്നു കഴിഞ്ഞ 5 കൊല്ലം അങ്കമാലി നഗരസഭ. അതിലൊരു മാറ്റം ഉണ്ടാകണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അഭ്യർത്ഥിക്കാനായിട്ട്. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി. MV Jacko Jewelers, Angamali.